മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രപരമായ മുന്നേറ്റങ്ങൾ സാധിച്ച തിരുവനന്തപുരം ആറ്റിങ്ങൽ മഖ്ദൂമിയ അക്കാദമി ഐതിഹാസികമായ 20 ആണ്ടുകൾ പിന്നിടുകയാണ്. 20-ാം വാർഷിക സമ്മേളനം ഡിസംബർ 29, 30, 31 തീയതികളിൽ നടക്കുകയാണ്. സമ്മേളനത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് മഖ്ദൂമിയുടെ സാരഥിയും യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി. മഖ്ദൂമിയ സ്ഥാപനം അതിൻ്റെ ഒരു 20-ാം വാർഷികം കൊണ്ടാടുകയാണ്. നാം ഉത്തരങ്ങളാവുക എന്നൊരു പ്രമേയത്തിലാണ്. ഒരു വ്യത്യസ്തമായൊരു പ്രമേയമായി തോന്നി. എന്താണ് ഈ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ എന്താകണം, വിദ്യാർത്ഥികളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സമൂഹത്തോട് സംവദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇന്ന് പഴയ കാലത്തേക്കാൾ കൂടുതൽ വേറിട്ട ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കാലമാണ്. വിദ്യാർത്ഥികൾ പാകപ്പെടേണ്ടത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുടെ നിവാരണങ്ങളായിട്ടാണ്. അതോടൊപ്പം പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ പ്രശ്നങ്ങളായി ഉയർന്നു വരുമ്പോൾ ഒരു വിദ്യാർത്ഥിത്വം എന്നത് നിവാരണം എന്നതിൻ്റെ ഒരു പര്യായമായി കൂടി വരണം. ഇങ്ങനെയുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നാം ഉത്തരങ്ങളാവുക എന്നൊരു പ്രമേയം ഇതിന് തിരഞ്ഞെടുത്തത്. 20 വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ പ്രതീകമായിട്ടാണ് Y20 എന്ന നാമകരണത്തിൽ ഈ സമ്മേളനങ്ങൾ നടക്കുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തന പദ്ധതികളാണ് ഇതിനകം ഒരു വർഷം നീണ്ടുനിന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായി നടന്നത്. ഈ ഒരു അവസരത്തിൽ സമ്മേളനവും അനന്തരമായിട്ടുള്ള തുടർ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാം ഖുർറത്തുൽ ഐൻ എന്ന വിശ്വപ്രസിദ്ധ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു പഠനമാണ്. ദൗറ എന്ന് പ്രയോഗിക്കും. വൈജ്ഞാനിക ആവിഷ്കാര രീതികളിൽ പണ്ടുകാലം മുതലേ നിലനിൽക്കുന്ന ഒരു രീതിയാണിത്. വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സിറ്റിങ്ങിൽ, ഒരു ക്യാമ്പിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഫാക്കൽറ്റിയിൽ നിന്ന് വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാർ കേൾക്കുക, അതിന് ഔദ്യോഗികമായ ഒരു സമ്മതം നൽകുക തുടങ്ങിയുള്ള വൈജ്ഞാനിക രീതി. അതുപ്രകാരം ഹദീസ്, ഖുർആൻ അഥവാ തഫ്സീർ, ഫിഖ്ഹ്, മറ്റു വിജ്ഞാന ശാഖകളിലൊക്കെ പ്രധാനപ്പെട്ട മൂലഗ്രന്ഥങ്ങൾക്ക് ഇത്തരം പാരായണങ്ങൾ ലോകത്തെവിടെയും ഉണ്ടാകാറുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരം വൈജ്ഞാനിക ആവിഷ്കാര രീതികൾ ആപേക്ഷികമായി കുറവാണ്. പ്രത്യേകിച്ചും മലയാളത്തെ ലോക വൈജ്ഞാനിക ഭൂമികയിലേക്ക് അടയാളപ്പെടുത്തിയ, അല്ലെങ്കിൽ കേരളീയ പണ്ഡിതന്മാരെ ആഗോള വൈജ്ഞാനിക വിലാസത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന മഹാന്മാരായ മഖ്ദൂമുമാർ, അവരുടെ പേരിലാണ് മഖ്ദൂമിയ എന്ന് സ്ഥാപനത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത്. അവർ രചിച്ച വിശ്വപ്രസിദ്ധ ഗ്രന്ഥമാണ് ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. അതിന് അവർ തന്നെ രചിച്ച വ്യാഖ്യാനമാണ് ഫത്ഹുൽ മുഈൻ. അപ്പോൾ ഈ ഖുർറത്തുൽ ഐൻ എന്ന കിതാബ് തുടക്കം മുതൽ ഒടുക്കം വരെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 100 കണക്കിന് പണ്ഡിതന്മാർ 3 ദിവസം കൊണ്ട് പഠിച്ച് തീർക്കുകയാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും പഠനപാരായണം നടത്തുകയാണ്. ഇത് നമ്മുടെ സമ്മേളനത്തിൻ്റെ ആദ്യം നടക്കുന്നൊരു സെഷനും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ്. ഇത്രയും കണിശതയോടുകൂടി ഒരു വൈജ്ഞാനിക വ്യവഹാരം നമ്മുടെ നാട്ടിൽ അപൂർവമായി മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഈ ഗ്രന്ഥത്തിൻ്റെ ദൗറ നമ്മുടെ അറിവിലും വായനയിലും പാരായണത്തിലും അടുത്ത കാലത്തൊന്നും കേരളത്തിൽ നടന്നതായി നമുക്കറിവില്ല. അങ്ങനെ തീർത്തും വിശിഷ്ടമായൊരു പരിപാടിയാണ് ഖുർറത്തുൽ ഐൻ ദൗറ. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലായി 20 സ്ഥലങ്ങളിലാണ് Y20യുടെ പതാക ഉയർത്തൽ നടന്നിട്ടുള്ളത്. അഥവാ 20 ഗ്രാമങ്ങൾ സമ്മേളനം അറിയുകയും അവിടെയുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അഹ്ലൻ പ്രഭാഷണം എന്ന ക്ഷണിച്ചുകൊണ്ടുള്ള പ്രഭാഷണം നടക്കുകയും ചെയ്തു. ഇനി നാളെ മുതൽ അടുത്ത പ്രധാനപ്പെട്ട 3 ദിവസങ്ങളിലെ പരിപാടികളിലേക്ക് നാം പ്രവേശിക്കും. എന്തായാലും ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, കേരളത്തിലെ മുസ്ലിം വൈജ്ഞാനിക പൗരാണിക പുരോഗതിയിലെ ഏറ്റവും കെടാവിളക്കുകളായ മഖ്ദൂമുമാരുടെ നാമകരണം കൊണ്ടാണ് ഈ സ്ഥാപനം. ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് അദ്ദേഹം കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുടെ സാരഥ്യം വഹിക്കുമ്പോഴും
സ്വന്തം സ്ഥാപനം എന്ന രീതിയിൽ പ്രഥമവും പ്രധാനവുമായി തുടങ്ങിയ ഒരു സ്ഥാപനത്തിൻ്റെ വിശേഷ മുഹൂർത്തമാണ്. സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ത്രിദിന സംഗമങ്ങളിൽ ബഹുമാന്യരായ സയ്യിദുമാർ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ AP ഉസ്താദ് ഉൾപ്പെടെയുള്ള വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെയുള്ള MP മാരും MLA മാരും ഒട്ടേറെ വിശിഷ്ട പ്രതിനിധികളും പങ്കെടുക്കുന്നു. എല്ലാവരെയും ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.